ഹലോ, വെൽക്കം ബാക്ക് ടു ഡിലൈറ്റ് ഡോം. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് ഓംലെറ്റ് ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്ക് അത്യാവശ്യമായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. വൈകിട്ടാണെങ്കിലും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഒന്ന് ക്വിക്കായിട്ട് എന്തെങ്കിലും ഒരു ഡിഷ് പ്രിപ്പയർ ചെയ്യണമെന്നുള്ളപ്പോൾ നമുക്കിത് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ഉണ്ടാക്കാനായിട്ട് ആദ്യമായിട്ട് നമ്മൾ ബ്രെഡ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഒന്നുമില്ലെങ്കിൽ ടോസ്റ്ററിൽ ടോസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾക്ക് ഇതുപോലൊരു പാൻ വെച്ചിട്ട് അതിൽ ഒഴിച്ചിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പാൻ കഴുകിയ വെള്ളം ഒന്ന് മാറാനായിട്ട് വെച്ച് വലിഞ്ഞതിന് ശേഷം കുറച്ച് ഗീ ഒഴിച്ചിട്ട് ചെയ്യാം. ബട്ടർ ഒഴിച്ചും ചെയ്യാറുണ്ട്, ഇപ്പം ഇന്നിപ്പോൾ ഗീ ആണുള്ളത്. അപ്പോൾ ഗീ ഒഴിച്ചിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് ഇതൊന്ന് ടോസ്റ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കുറച്ച് ഗീ ഇതിലേക്ക് കുറച്ച് പാനിലേക്ക് കുറച്ച് ഗീ ഇടും. അപ്പോൾ നമുക്ക് 2 പേർക്കുള്ള ബ്രെഡാണ് നമ്മൾ ടോസ്റ്റ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഗീ ഒഴിച്ചിട്ടുണ്ട്. ആ ഗീ ഇവിടെ ഫ്രിഡ്ജിലിരുന്നതുകൊണ്ട് കുറച്ചൊന്ന് കട്ടയായിട്ടാണ് ഇരിക്കണം. അപ്പോൾ അതൊന്ന് ഉരുകി വരാനായിട്ടുള്ളൊരു സമയം, ചെറുതായിട്ടൊന്ന് ഉരുകി വരണം. അപ്പോൾ ഗീ സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 1 by 1 ആയിട്ട് ഓരോ ബ്രെഡും നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. ഇത് ഒരുമിച്ച് ചെയ്താലും ബട്ടർ ആണെങ്കിൽ ആദ്യം ബ്രെഡിൽ പുരട്ടിയിട്ട് മുട്ട ഒഴിച്ചിട്ട് അത് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ കൂടെ വെച്ചാലും മതി. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് കുറച്ച് നേരം ഒരു 2 മിനിറ്റ് 2 മിനിറ്റ് അല്ല 1 മിനിറ്റ് ബ്രെഡ് മറിച്ചിട്ട് ഒന്ന് മാറ്റി വയ്ക്കണം. ഇതിപ്പോൾ ഒരാൾക്കുള്ള 4 സ്ലൈസ് ആയിട്ടുണ്ട് ബ്രെഡ്. നമുക്ക് ആദ്യമേ മുട്ടയ്ക്ക് മുട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ഓംലെറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഉള്ളി ആദ്യം എടുക്കാം. ഞാനിതിൽ പച്ചമുളക്, ഓംലെറ്റിൻ്റെ സാധാരണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സവാള ഉപയോഗിക്കും, അതുപോലെ തന്നെ പച്ചമുളക് ഉപയോഗിക്കും. അപ്പം ഞാനിതിൽ സവാള മാത്രമാണ് ഉപയോഗിക്കുന്നത്. പച്ചമുളകിന് പകരം നമ്മൾ ചില്ലി പൗഡറും ആണ് ഉപയോഗിക്കുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ഇങ്ങനെ ഓംലെറ്റ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പച്ചമുളക് ചെറിയ ചെറിയ പീസസായിട്ട് നമ്മൾ അരിഞ്ഞിടും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പെറുക്കി കളയും. അപ്പോൾ അത് നോർമലി മിക്കവാറും കുട്ടികളുടെ ഒരു കോമൺ സ്വഭാവമാണ്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്വല്പം മുളക് പൊടിയോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ ഇടും. അപ്പോൾ ഇപ്പോൾ കുരുമുളകിൻ്റെ ഇതും ടേസ്റ്റും ഞാൻ കുറച്ച് ചില്ലി പൗഡറാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് സവോള അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മൾ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വലിയ പീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ കൈ കൊണ്ടൊന്ന് ഇതാക്കണം. അപ്പോൾ അതിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ പച്ചമുളക് ഞാൻ ഉപയോഗിക്കുന്നില്ല എന്ന്. അപ്പോൾ അതിന് പകരമായിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു സ്വല്പം, സാധാരണ മട്ടൻ്റെ മഞ്ഞൾപ്പൊടി ഒന്നും സാധാരണ ഇടാറില്ല, എങ്കിലും ഞാൻ ഇടുന്നുണ്ട് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണൊന്നും വേണ്ട, അതിലൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി, അതുപോലെ ഒരു പിഞ്ച് മുളക് പൊടി, സ്വല്പം ഒന്ന് ജസ്റ്റ് ഒരു കളർ ചേഞ്ചിന് വേണ്ടി മാത്രം. എന്നിട്ട് പിന്നീട് ഉപ്പാണ് ഇടേണ്ടത്. അപ്പം ഞാൻ ഉപ്പിന് പകരം ഞാൻ ഉപ്പ് വെള്ളമാണ് ഉപയോഗിക്കണം. അപ്പോൾ ഉപ്പ് വെള്ളം ഇങ്ങനെ കാര്യമായിട്ട് ഇതിൽ ഒഴിച്ചൊന്ന് ഇളക്കുന്നുണ്ട്. കഴിഞ്ഞ് ഇതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ 3 മുട്ടയാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ ഇത് 2ാമത്തെ മുട്ട. രണ്ട് മുട്ടയായാലും കുഴപ്പമില്ല, ഞാൻ ഇഷ്ടം 3 മുട്ട ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും ഓംലെറ്റ് ഇത് കുട്ടികൾക്ക് കൊടുക്കാനുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു. ഒത്തിരി ഒന്നും ഒഴിക്കണ്ട, ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം, ഇപ്പം ഞാൻ ടോസ്റ്റ് ചെയ്യാൻ ഉപയോഗിച്ച അതേ പാത്രത്തിൽ തന്നെയാണ്, ഒരു നോൺ സ്റ്റിക്ക് പാനിൽ തന്നെയാണ്
ഇപ്പോൾ പിന്നെ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ടും ചെയ്യുന്നത്. അപ്പോൾ അതിന് വെളിച്ചെണ്ണ ഒഴിച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ചൂടായിരിക്കുന്ന പാത്രമായതുകൊണ്ട് അത് അപ്പം തന്നെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ മുട്ടയുടെ കണ്ടൻറ്റ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ 2 പേർക്കുള്ളത്. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് അത്യാവശ്യം വലുപ്പത്തിൽ കിട്ടണ രീതിയിൽ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം ഓംലെറ്റ് ഉണ്ടാക്കാനുള്ളത്. ഇപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ടാണ് നല്ല ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇത് മുട്ടയുടെ കണ്ടൻറ്റ് ഒഴിച്ചത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന് കുറച്ച് നേരം ഒന്ന് കുക്കാവട്ടെ. ഒന്ന് അതിൻ്റെ മേലിലുള്ള വെള്ളം ഫുള്ളായിട്ട് ഒരു സെമി ആയിട്ട് വറ്റി കഴിയുമ്പോഴത്തേക്കും അത് കുറച്ചെങ്കിലൊക്കെ വെന്തു എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് നമുക്ക് ബ്രെഡ് ഇതിൻ്റെ മേളിലേക്ക് ഇടാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മേളിലേക്ക് ഓരോ ബ്രെഡ് സ്ലൈസസ് ഇട്ട് കൊടുക്കണം. മിക്ക ആൾക്കാരും ചിലപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ടായിരിക്കും. ഞാൻ സൈഡൊന്നും കട്ട് ചെയ്യുന്നില്ല, ആ സച്ച് തന്നെ അതിൽ തന്നെ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ ബ്രെഡ് ഇതിൻ്റെ മേളിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിന് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ബട്ടർ ഇതിൻ്റെ ഈ ബ്രെഡിൻ്റെ മേളിലേക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി നന്നായിട്ട് ഗീ ഒഴിച്ച് ടോസ്റ്റ് ചെയ്തേക്കുന്നതായതുകൊണ്ട് നമുക്കത് പ്രശ്നമില്ല. ഇനി നമുക്ക് ഈ ബ്രെഡ് സ്ലൈസസ് നമുക്ക് ഒന്ന് തിരിച്ച് ഇടണം. ഈ മുട്ടയോട് കൂടി ഒന്ന് തിരിച്ചിടണം. കണ്ടോ? അപ്പോൾ ഈ സ്ലൈസുള്ള എല്ലാം തിരിഞ്ഞ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മുട്ടയും അതുപോലെ തന്നെ ഉൾട്ടയായിട്ട് ഓരോ സ്ലൈസസും കൂടി വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കും. ഇതുപോലെ സൈഡിലുള്ള സംഭവങ്ങൾ മുട്ട നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്ത് കയറ്റി വെക്കണം. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മേളിൽ വെച്ചാലും മതി. ഇപ്പോൾ അത് ഞാൻ കാണിക്കാം. ഇപ്പോൾ ഒരു സൈഡ് കറക്റ്റായിട്ട് ഫോൾഡായി വന്നല്ലോ. അപ്പോൾ അടുത്ത സൈഡ് നമുക്കിങ്ങനെ സൈഡിൽ നിന്ന് ഇത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മേളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇപ്പം നമുക്ക് നമ്മുടെ ബാക്ക് ആൻഡ് ഫോർത്ത് മുട്ടയുടെ സ്ലൈസസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരാൾക്കുള്ള ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ഞാനിത് കൊടുക്കുന്നത്. ഇപ്പോൾ 4 എണ്ണം വെച്ചുകൊണ്ടാണ്. 2 എണ്ണം വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ട് കവർ ചെയ്ത് കിട്ടും. ഓക്കെ, ഇതുപോലെ നമ്മൾ ബ്രെഡിൻ്റെ സ്ലൈസസ് ഇപ്പോൾ 2 എണ്ണമായിട്ട് വേണമെങ്കിൽ ഈ സ്ലൈസ് 2 എണ്ണമായിട്ട് വേണമെങ്കിൽ മാത്രം വെച്ചിട്ട് ചെയ്യാം. 2 ബ്രെഡ് സ്ലൈസാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. ഇപ്പോൾ കുറച്ചുകൂടെ വിശപ്പൊക്കെ അധികമാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ബ്രെഡ് സ്ലൈസോടെ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ വയ്ക്കും. അങ്ങനെ മൊത്തം 4 ബ്രെഡ് സ്ലൈസ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത്. ബ്രെഡ് സ്ലൈസ് വെച്ചിട്ടുണ്ട്. ഇനി എന്നിട്ട് നമുക്കിത് ഒന്ന് ഉൾട്ട ആയിട്ട് മറിച്ചിടണം. ഈ ഓംലെറ്റും ബ്രെഡും കൂടി നമുക്കിത് ഇതുപോലെ എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മറിച്ചിടണം. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ടും അത് കുറച്ച് നേരം അവിടെ ഇരുന്ന് കുക്കാവട്ടെ. ബ്രെഡ് കരിഞ്ഞു പോകരുത്. അങ്ങനെ കുക്കായതിന് ശേഷം നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് ഈ സൈഡിൽ നിന്നൊന്ന് കവർ ചെയ്ത് ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് സൈഡിൽ നിന്ന് ഫോൾഡ് ചെയ്ത് ഈ ബ്രെഡ് സ്ലൈസിലേക്ക് ഫോൾഡ് ചെയ്ത് വയ്ക്കുക. രണ്ടും കൂടി ഒരുമിച്ച് വന്ന രീതിയിൽ ഫോൾഡ് ചെയ്തൊന്നുകൂടെ എടുക്കുക. ഇപ്പോൾ നമ്മളുടെ ബ്രെഡ് കവർ ചെയ്യുന്ന രീതിയിൽ 2 സ്ലൈസിൻ്റെയും 4 മൊത്തം 4 സ്ലൈസ് ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഇതൊന്ന് ഫോൾഡ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നിങ്ങളെടുക്കുമ്പോൾ 2 സ്ലൈസ് വീതം എടുത്താൽ മതി. അപ്പോൾ 4 സ്ലൈസ് ഇതുപോലെ ഫുള്ള് അകത്ത് വന്ന രീതിയിൽ, മുട്ട പുറത്ത് വന്ന രീതിയിൽ ഞാനിതിപ്പോൾ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റാം.
അപ്പോൾ നമ്മുടെ ബ്രെഡ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് 4 പീസായതുകൊണ്ട് കുറച്ച് ഇച്ചിരി ഭംഗിയായിട്ടൊക്കെ ആയിരിക്കണേ, പക്ഷെ കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റ്. അത് ഇങ്ങനെ എടുത്ത് ഫുള്ളായിട്ട് എടുത്ത് കഴിക്കാൻ ഇപ്പം നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം, എന്നാലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. ഇത് എല്ലാവരും ഇത് നന്നായി നമ്മൾ പരീക്ഷിച്ച് നോക്കണം. എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കാം, പുതിയ റെസിപ്പിയൊന്നും അല്ല. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പരീക്ഷിച്ച് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. ഓക്കെ, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.